Hello guys and welcome back to Best Car Picks. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ സ്കോഡ പുതിയൊരു SUV അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വണ്ടിയുടെ ചെറിയൊരു ഫ്രണ്ട് ഇമേജ്, അതായത് ഒരു കോൺസെപ്റ്റ് രൂപത്തിലാണ് അവർ കാണിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വണ്ടിയുടെ പേര് നമുക്ക് ഇടാനുള്ള അവസരമൊക്കെ ആയിട്ടൊരു കോൺടെസ്റ്റൊക്കെ അവരിപ്പം നടത്തുന്നൊക്കെ ഉണ്ട്. എന്തായാലും ആ വണ്ടിയുടെ റോഡ് ടെസ്റ്റിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ഇമേജ് നമുക്ക് കിട്ടിയായിരുന്നു, പക്ഷേ ജസ്റ്റ് ഒരു ബാക്കിൻ്റെ ഇമേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ ഈ വാഹനം സ്പൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ ഇമേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ നേരത്തെ ആ ഒരു കോൺസെപ്റ്റിൽ കണ്ടതുപോലെയൊക്കെ തന്നെയാണ്. അതായത് സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ടോപ്പ് പോർഷനിൽ നമുക്ക് ഇതിന് DRLC കാണാം, അതുപോലെ അവിടെ കുറച്ച് ലൈറ്റിംഗ് എലമെൻറ്റ് ഉള്ളതുപോലൊക്കെ കാണാം. എന്ന് വെച്ചാൽ മൊത്തമായിട്ട് ഒരു സ്ട്രിപ്പ് പോലെ അവിടെ കാണാൻ പറ്റും. അത് അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അവർ ചെറിയ പോർഷൻ മാത്രമേ അതിനകത്ത് കത്തുന്ന രീതിയിൽ വെച്ചിട്ടുള്ളൂ. അതുപോലെ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്കൊരു മെയിൻ ലൈറ്റിംഗ് എലമെൻറ്റ് പോലെയും കാണാം. കുഷാക്കിലുള്ളതുപോലെ ഫോഗ് ലൈറ്റിൻ്റെ മാത്രമായിരിക്കാൻ ചാൻസ് ഇല്ല, കാരണം കുഷാക്കിൻ്റെ ആ ഒരു അറേ ഇത്തിരി കൂടെ ചെറുതായിരുന്നു. ഇതിൻ്റെ അത് കുറച്ചും കൂടെ വലുപ്പം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇതിൻ്റെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഏകദേശം സ്കോഡയുടെ ഒരു ടിപ്പിക്കൽ ഗ്രില്ല്, അതായത് ആ ഒരു ബട്ടർഫ്ലൈ ലൈക്ക് പാറ്റേണിൽ നിൽക്കുന്ന ഗ്രില്ല് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാണാം. അവിടെ എയർ ഡാമും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം വണ്ടി വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പം എന്തായാലും ടെസ്റ്റിങ്ങിൽ നമുക്ക് ക്യാമഫ്ലാജ് ഇട്ട് മാത്രമേ വണ്ടി കാണാൻ പറ്റുള്ളൂ. ഇനി സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീൽസ് കാണാൻ പറ്റും. അലോയ് ഇട്ടൊന്നല്ല അവർ ടെസ്റ്റ് ചെയ്യുന്നത്. സ്കോഡയുടെ ഒരു സിഗ്നേച്ചർ വീലാണ്. നമ്മളിത് കുഷാക്കിൻ്റെയും അതുപോലെ സ്ലാവിയയുടെയൊക്കെ ടെസ്റ്റിങ്ങിൽ കണ്ടിട്ടുള്ളതാണ്. കുഷാക്കിൻ്റെ ടെസ്റ്റിങ്ങിലാണ് ഞാനിത് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെ സ്റ്റീൽ റിംസ് ഉള്ള മോഡൽ ഈ ഒരു വീൽ ക്യാപ്പ് തന്നെയാണ് അവർ കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ മൊത്തം ബ്ലാക്ക് അടിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും 16 ഇഞ്ച് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. 205/60 R16s ആണ് ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ പൊതുവെ 16 ഇഞ്ച് വീൽസ് തന്നെയാണ് എല്ലാ കമ്പനികളും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവരായിട്ട് 17 ഇഞ്ച് വീൽസ് ഒന്നും കൊടുത്ത് റൈഡ് ക്വാളിറ്റി മോശമാക്കണ്ട എന്ന് വിചാരിച്ച് കാണുമായിരിക്കും. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കുറച്ചൊക്കെ സിമിലാരിറ്റി നമുക്ക് കുഷാക്കും ടൈഗണുമായിട്ടൊക്കെ കാണാൻ പറ്റും. കാരണം ബേസിക്കലി ഇതും MQB A0iN പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ സെയിം പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൻ്റെ ഒരു ഇത്തിരി ഷോർട്ട് വീൽ ബേസ് വേർഷനിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. കാരണം കുഷാക്കിനും ടൈഗണിനൊക്കെ 2650 mm അടുത്ത് വീൽ ബേസ് ഉണ്ട്. അത്രയും വീൽ ബേസ് ഈ ഒരു ചെറിയ വണ്ടിക്ക് എന്തായാലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ ഇമേജിൽ നിങ്ങൾക്ക് വണ്ടിയുടെ സൈഡ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ് ഒന്നുമില്ല. ബാക്കിലത്തെ ആ വിൻഡോയുടെ ഗ്ലാസ്സിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചെറിയ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ആൻഡ് റൂഫ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ സപ്പോമീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ്. എന്തായാലും ഒറ്റയടിക്ക് ബാക്കിൽ നിന്ന് വെട്ടി വെച്ച പോലത്തെ ലുക്കൊന്നുമില്ല. നമ്മുടെ XUV 300 ഒക്കെ കാണുമ്പോൾ തോന്നുന്ന പോലെ അത്യാവശ്യം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെയൊക്കെ തന്നെയുണ്ട്. പിന്നെ റിയർ പ്രൊഫൈലിൽ ലുക്ക് വരുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു കുഷാക്കിൻ്റെ വൈബ്സ് ഒക്കെ ഇതിൻ്റെ ഡിസൈനിൽ തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് കുഷാക്ക് പോലെ ടെയിൽ ഗേറ്റിലേക്ക് വലിച്ചു കയറി നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവത്തിലല്ല വരുന്നത്. അത് ആ ഒരു ഉണ്ട പോലത്തെ ലൈറ്റാണ്. അതായത് ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെ കട്ടൗട്ട് കാണാം, ഒരു റൗണ്ട് ഷേപ്പിൽ, റൗണ്ട് അല്ല എന്ന് വെച്ചാൽ ഓവൽ പോലത്തെ ടൈപ്പ്. അതിൻ്റെ അകത്ത് അവരിപ്പം ആകെ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ പോലത്തെ പോർഷൻ മാത്രമേ ഉള്ളൂ എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഇതിൻ്റെ അകത്ത് കാണാനില്ല. ഇപ്പോഴത്തെ മിക്ക വണ്ടികളുടെയും ഒരു ട്രെൻഡാണ് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഫോക്സ് വാഗൻ്റെ ടൈഗണിലൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും സ്കോഡ ഇപ്പോഴും ആ ഒരു ട്രെൻഡ് പിടിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് താൽക്കാലികമായി ഈ വാഹനത്തിൻ്റെ സ്പൈ ഷോട്ട്സിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇൻ കേസ് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എലമെൻറ്റ് അവർക്ക് കവർ ചെയ്ത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ കാണിക്കേണ്ടി വന്നേനെ. പക്ഷേ എന്തായാലും ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ടെയിൽ ലാംപ്സ് LED ആണ്. പിന്നെ ബാക്കിൽ ഇപ്പം ഈ ടെസ്റ്റിംഗ് മോഡൽ വൈപ്പർ അവർ കാണിച്ചിട്ടില്ല. മിക്കവാറും പ്രൊഡക്ഷൻ സ്പെക്ക് വണ്ടി വരുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പം നമുക്കങ്ങനെ വളരെ ചെറിയൊരു വണ്ടിയായിട്ട് തോന്നുന്നില്ല. കുഷാക്കൊക്കെ ആ സെഗ്മെൻറ്റിൽ നോക്കുമ്പം സൈസിൻ്റെ കാര്യത്തിൽ കുറച്ച് ചെറുതായിരുന്നു. ഈ വാഹനത്തിൽ അവർ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് കാണിക്കേണ്ടിരുന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് കാണാം. ഇത് പഞ്ചും അതുപോലെ നമ്മുടെ പുതിയ സ്കോഡയുടെ SUV ആണ്. പഞ്ചിൻ്റെ ബാക്ക് കുറച്ച് ഉയർത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ ആ ഒരു ടോപ്പ്, അതായത് വിൻഷീൽഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ കുറച്ച് ഇടുങ്ങിയിട്ടാണ് ഈ വണ്ടിയിൽ. പക്ഷേ അവിടെ അത്രയും ഇടുങ്ങിയിട്ടില്ല. അവിടെ വണ്ടിയുടെ പ്രോപ്പർ വീതി എന്താണോ ആ ഒരു ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വീലാർച്ചിൻ്റെ സ്ഥലത്ത് ഒരുപാട് ബൾജിങ് ഒന്നും ഈ വണ്ടിയിലില്ല. ഈവൻ നമ്മൾ നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും റിയർ പ്രൊഫൈലിൻ്റെ ആ ഒരു സൈസൊക്കെ ഓൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. നെക്സോണിൻ്റെ ഇത്തിരി കൂടെ ഹൈറ്റ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. പക്ഷെ എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് പ്രീഫേസ് ലിഫ്റ്റ് നെക്സോൺ ആണ്. ഇപ്പോഴത്തെ നെക്സോൺ കാണാൻ ഇതുപോലൊന്നും അല്ല. പക്ഷേ ആ ഡിസൈൻ്റെ വ്യത്യാസമല്ല ഞാൻ പറഞ്ഞത്. സൈസ് വെച്ചാണ് ഈ ഒരു സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഏകദേശം ഈ വണ്ടിയുടെ സൈസ് ശരിക്കും എത്ര ഉണ്ടാവും എന്നുള്ളത്. കുഷാക്കും ടൈഗണും ആ രണ്ട് വണ്ടികളും സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്നതിന് സൈസ് ഇല്ല, ചെറിയ വണ്ടി പോലെയാണ്. ക്രെറ്റയും സെൽട്ടോസും ഒക്കെ നോക്കുക, എന്ത് വലിയ വണ്ടികളാണ് ഇതൊക്കെ, ചുമ്മാ നമ്മുടെ സപ്പോമീറ്റർ SUVs പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആണ് അതിനെ കുറ്റപ്പെടുത്താറുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സപ്പോമീറ്റർ വണ്ടികൾക്കും സെയിം ലെങ്ത് ആണ്. ബാക്കി വിഡ്ത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
ഇനി ഇൻറ്റീരിയറും ചെറുതായിട്ട് ലീക്കായിട്ടുണ്ട്. ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ഫുൾ ഇൻറ്റീരിയർ അല്ല, ഇങ്ങനത്തെ ചെറിയ കുറച്ച് ഇമേജസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇപ്പോഴത്തെ വണ്ടികളിലുള്ളതുപോലെ ഈ ഹെഡപ്പ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഡാഷ്ബോർഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നിന്ന് ആൾക്കാരുടെ വ്യൂ ഡിസ്ട്രക്ട് ചെയ്യുന്ന പോലത്തെ, അതായത് ഡ്രൈവറിൻ്റെ വ്യൂ മറയ്ക്കുന്ന പോലത്തെ ഇൻഫോർടൈൻ സിസ്റ്റം ഒന്നും ഇതിൻ്റെ അകത്തില്ല. അവർ പ്രോപ്പറായിട്ട് ആ ഒരു സെൻറ്റർ കൺസോളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുക്കാൻ പോകുന്നത്. 10.25 ഇഞ്ച് ഡിസ്പ്ലേ തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്തും വരുന്നത്. കാരണം സംഭവം വണ്ടിയുടെ പ്ലാറ്റ്ഫോം സെയിം ആയതുകൊണ്ട് കുറേയൊക്കെ ഫീച്ചേഴ്സ് അവർ കുഷാക്കിൽ നിന്നും ടൈഗോണിൽ നിന്നും എടുക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുക്കാൻ പോകുന്നത്. ഈവൻ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതുപോലെ തന്നെ ഈ പറയുന്ന AC കൺട്രോൾസ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പാർട്ട് ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ചില ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ വയർലെസ് ചാർജറോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് സൺറൂഫ്, അതൊക്കെ ശരിക്കും കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ചിലപ്പോഴേ കാണുള്ളൂ. ഇതൊക്കെ ഈ സെഗ്മെൻറ്റിൽ കുറച്ചും കൂടെ നമ്മുടെ ഇപ്പോൾ നെക്സോൺ, സോണറ്റ് തുടങ്ങിയ വണ്ടികളാണ് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ വരുന്നത്. സൺറൂഫ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഉണ്ട്. സൺറൂഫ് അവർ കൊടുക്കേണ്ടതാണ്. ഈ വണ്ടിയുടെ ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ നമുക്ക് റൂഫിൻ്റെ ഒരു ഇമേജ് ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ കറക്റ്റ് പറയായിരുന്നു സൺറൂഫ് ഉണ്ടോ ഇല്ലയോ എന്ന്. സൺറൂഫ് ഇല്ലാതെ അവർ ഈ സെഗ്മെൻറ്റിൽ ഒരു വണ്ടി ഇറക്കിയാൽ അത് വിജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആൾക്കാർ ഇപ്പോൾ വണ്ടി വാങ്ങുന്നതിന് മുമ്പ് നോക്കുന്നത് സൺറൂഫ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. സൺറൂഫ് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കില്ല, നമ്മൾ വേറെ വണ്ടി നോക്കും എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു വണ്ടികളുടെ മാർക്കറ്റിൻ്റെ അവസ്ഥ. എനിവേ അത് പോട്ടെ. ഈ വണ്ടിയുടെ പേര് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. അത് നിങ്ങൾക്കറിയാം, അവർ സ്കോഡാനെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൈലാക്കും ക്വിക്കും ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. മിക്കവാറും കൈലാക്കും തന്നെയായിരിക്കും പേര് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഏകദേശം ഒരു ഇതിലായിട്ടുണ്ട്. അവർ പിന്നെ ഈ കോൺടെസ്റ്റ് ഒക്കെ നടത്തുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പേരൊക്കെ പറയാം, കെ വെച്ച് തുടങ്ങി ക്യൂ വെച്ച് അവസാനിക്കുന്ന രീതിയിലൊക്കെ. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, അതായത് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ 1 ലിറ്റർ TSI എന്തായാലും ഈ ഒരു വാഹനത്തിലുണ്ടാവും. അതിൻ്റെ NA പെട്രോൾ വേർഷൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിനിപ്പോൾ കണ്ടറിയേണ്ടത്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വണ്ടി എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NA പെട്രോൾസ് ചില കമ്പനികൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സോണറ്റ് വെന്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബേസ് എഞ്ചിനായിട്ട് അവർ 1.2 ലിറ്റർ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ ആഡപ്പ് ചെയ്ത് 1.5 ഡീസലും അതുപോലെ 1 ലിറ്റർ ടർബോ പെട്രോളൊക്കെ വരുന്നത്. ഈ സ്കോഡയ്ക്ക് പണ്ടവർ സ്കോഡയല്ല, ഫോക്സ് വാഗൻ നമ്മുടെ പോളോയിൽ ഒരു 1 ലിറ്റർ MPA കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് വണ്ടിയുടെ പ്രൈസ് കുറച്ച് താഴെ വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ബേസിക് വേരിയൻറ്റ് പോലെ തന്നെ ഈ 1 ലിറ്റർ TSI കൊടുക്കുന്നതാണ്. പക്ഷെ അപ്പോൾ ആൾക്കാർ ഇതിൻ്റെ പ്രൈസ് ചിലപ്പോൾ കാണുമ്പോൾ ഒന്ന് ഞെട്ടും. കാരണം ഇപ്പോൾ ബേസ് മോഡലിൽ തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 8 lakhs 8.5 lakhs എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ചെറിയ ഞെട്ടലായിരിക്കും. ഇതിപ്പം ഇങ്ങനെ എൻജിൻസ് ഉള്ള വണ്ടികളില്ല എന്നല്ലേ. ഇപ്പോൾ നമുക്ക് നെക്സോൺ, അതുപോലെ XUV300 ഈ വണ്ടികളുടെയൊക്കെ ബേസ് എഞ്ചിൻ തന്നെ ടർബോ ചാർജ്ഡ് ആണ്. നെക്സോണിലും XUV300 രണ്ടിലും 1.2 ലിറ്റർ ടർബോ പെട്രോളാണ് വരുന്നത്. ഈ വണ്ടിയും അവർക്ക് ഏകദേശം ഒരു 8 lakhsനടുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിങ് ആയിരിക്കും അത്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജർമ്മൻ SUVയും കിട്ടും, പിന്നെ നമുക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റി കിട്ടും, പിന്നെ 1 ലിറ്റർ TSI. ഫോക്സ് വാഗൻ്റെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു എഞ്ചിനാണ് 1 ലിറ്റർ TSI എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ പിന്നെ വെയിറ്റും കുറച്ചുകൂടി കുറവായതുകൊണ്ട് ഏകദേശം ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ എഞ്ചിൻ. ഓൾറെഡി 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ നമ്മൾ ഈ ഒരു എഞ്ചിനിൽ മറ്റു വണ്ടികളുടെ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇനി 1.5 TSI അവർ ടോപ്പ് എൻഡ് വേർഷനിൽ വല്ലതും ഒരു രസത്തിന് കൊടുത്താലേ ഉള്ളൂ. ചാൻസ് കുറവാണ് അത് കൊടുക്കാൻ. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ സ്കോഡയുടെ സബ്ഫോർമേറ്റർ SUVയുടെ ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.